എക്സാമിൻ്റെ മാർക്ക് കുറയാനുള്ള കാരണങ്ങളാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഇനി ഒരു ക്രിസ്മസ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് പറ്റിയിട്ടുള്ള ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഷീറ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. എവിടേക്കാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ സ്റ്റെപ്പാണ് തെറ്റിപ്പോയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ആദ്യം തന്നെ ആൻസർ പേപ്പർ കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് മാർക്സ് കിട്ടിയ പാടെ ആ ആൻസർ ഷീറ്റ് എടുത്ത് എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പറ്റാത്തത്, എവിടെയാണ് തെറ്റിപ്പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിപ്പോയിട്ടുള്ള മിസ്റ്റേക്സ്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത രീതി മാറിപ്പോയിട്ടുണ്ടാവും, അതൊരു മിസ്റ്റേക്കാണ്. പിന്നെ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ, ഇപ്പോൾ കണക്കൂട്ടൽ മാത്സിൻ്റെ കേസാണെങ്കിൽ കാൽക്കുലേഷനിൽ എന്തെങ്കിലും എറർ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇൻകംപ്ലീറ്റ് ആൻസേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് സമയക്കുറവ് മൂലം ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കുറേ സ്റ്റെപ്പൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഫൈനൽ ആൻസർ, അവസാനത്തെ ആൻസർ എഴുതാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ സമയത്തിനൊരു പ്രാധാന്യമുണ്ട്. സമയം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അതൊരു മിസ്റ്റേക്കാണ്. പിന്നെ നിങ്ങൾക്ക് കെയർലെസ് ആയിട്ടുള്ള എറേഴ്സ്, അതായത് നിങ്ങൾക്ക് അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതിപ്പോൾ നമ്പർ മാറിപ്പോയിട്ടുണ്ടാവാം, എന്തെങ്കിലും സൈൻ മാറിപ്പോയിട്ടുണ്ടാവാം. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളാണ്. പിന്നെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ, നിങ്ങളുടെ മാർക്കിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു പുവർ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനൊന്നും ഇംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ എഴുതിയിട്ടുള്ള പോയിന്റ്സ് പോലും ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ക്ലിയർ ആവാത്തത് കൊണ്ട് ചില മാർക്കൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആൻസർ ഷീറ്റ് എടുക്കുക, എവിടേക്കാണ് മാർക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി നടത്തുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യത, നിങ്ങൾക്ക് ഒരു ടോപ്പിക്കോ ഒരു ചാപ്റ്ററോ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ആൻസർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് അത് അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് അറിവുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗം ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എന്നിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. നമുക്കിനി അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരുങ്ങേണ്ട ഒരു സമയമാണിത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓണം എക്സാമിന് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവായിരുന്നു. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു, എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും തുടക്കത്തിൽ. ഇനി അങ്ങോട്ടേക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് പോകുന്ന സമയത്ത് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് ഒക്കെ അധികം കൂടുതലുള്ള വലിയ വലിയ ചാപ്റ്റേഴ്സാണ് ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓണം എക്സാമിന് ഒരുപാട് സമയം പഠിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും സമയമൊന്നും ക്രിസ്മസ് എക്സാമിനേക്ക് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നമുക്ക് ഇതിനിടയിൽ ഒരുപാട് പരിപാടികളൊക്കെ സ്കൂളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുറേ ക്ലാസ്സസ് ഒക്കെ മിസ്സാവാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതേപോലെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി അത് തിരുത്താനും അതേപോലെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുള്ള സമയം നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാം സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് നാളെ കറക്റ്റ് 7 മണിക്ക് ക്രിസ്മസ് എക്സാം എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ മക്കളെല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കറക്റ്റ് 7 മണിക്ക് നമ്മുടെ ലൈവിലേക്ക് വരിക. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് 7:30 ബേസിക് മാത്സിൻ്റെ ഒക്കെ ലൈവ് ഉണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് അതേപോലെ ബേസിക് ഒന്നും സെറ്റ് ആവാത്ത കുറേ പേർക്ക് അതൊക്കെ സെറ്റാക്കി എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ ലൈവൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് എങ്ങനെ കൃത്യമായിട്ട് പഠിക്കാം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെ നന്നായിട്ട് വിനിയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മക്കൾ ഒരു ടെൻഷനും അടിക്കേണ്ട, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് 7 മണിക്ക് ലൈവിലേക്ക് വരിക. അപ്പോൾ ഇനി അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിച്ചു തുടങ്ങാം.